പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ സംവത്സരത്തിൽ നിങ്ങളോട് ദൈവവചനത്തിൻ്റെ ഒരു ആലോചന പറയുവാൻ കഴിയുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു വചനം യെശയ്യാ പ്രവചനം 43-ൻ്റെ 18-19 വാക്യങ്ങളാണ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ദൈവം പ്രവാചകനിലൂടെ തൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് സംസാരിക്കുകയാണ്. പുനഃസ്ഥാപിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പ്രത്യാശയുടെ ദൂതാണ്, പരിവർത്തനത്തിൻ്റെയും പുതുക്കലിൻ്റെയും ഒരു ദൂത്. ഇസ്രായേൽ ജനം ഇപ്പോൾ ബാബിലോണിലാണ്, തങ്ങളുടെ ദേശം വിട്ടുപോയ ഒരു ജനം. ആരാധിപ്പാൻ സ്ഥലമില്ല, ആരാധനയും യാഗങ്ങളും അവർക്ക് ഇപ്പോൾ അന്യപ്പെട്ടിരിക്കുന്നു. ജനം പീഡിപ്പിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു രാജാവ് അവർക്കില്ല. ഇങ്ങനെയെല്ലാം അവർക്ക് പ്രത്യാശിക്കുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ സാധ്യതകളില്ലാതിരിക്കുമ്പോഴാണ് ദൈവം പറയുന്നു, ഇതിൻ്റെ നടുവിൽ ഞാൻ വിശ്വസ്തനാണ്, എനിക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയും എന്ന് ദൈവം പറയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ദൈവം ഒരു ആജ്ഞ പോലെ അവരോട് പറയുന്നു. ഒന്ന്, നിങ്ങൾ മറക്കണം. രണ്ട്, നിങ്ങൾ അറിയണം. രണ്ട് കാര്യങ്ങൾ പുതിയ സംവത്സരത്തിൽ നമുക്കെല്ലാവർക്കും ചെയ്യാനായിട്ട് ദൈവം പറയുന്ന രണ്ട് കാര്യങ്ങൾ. മറക്കുക, അതൊരാജ്ഞയാണ്, ദൈവം ഒരു കൽപ്പനയായിട്ട് അത് കൊടുത്തിരിക്കുന്നത്. പിന്നോട്ട് ചിന്തിച്ചാൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരിക്കലും കഴിയത്തില്ല. നമ്മുടെ മുൻകാല തെറ്റുകൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ വേദനകൾ, നിരാശകൾ, ഇവയെല്ലാം നാം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ മറക്കണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടും. നമ്മുടെ ഭൂതകാലത്തിൽ അറിയപ്പെടാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട് ദൈവം തന്ന ചില അനുഭവങ്ങൾ മാത്രമാണത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പുതിയ കാര്യങ്ങളിലൂടെയാണ് നാം എന്തായിരിക്കണമെന്ന് നിർണ്ണയിക്കപ്പെടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, പഴയതിനെ നിങ്ങൾ മറന്നു കളയുക എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നേടാത്തതായ ഒത്തിരി നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നാം പ്രാർത്ഥിച്ചതോ നാം ചോദിച്ചതോ അല്ല, എങ്കിലും ദൈവം നമുക്ക് തന്ന ഒത്തിരി നന്മകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം നേടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ചില ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, അതൊക്കെയുണ്ട്. എന്നാൽ ദൈവത്തിന് അതിനെയും അനുഗ്രഹമാക്കി തീർക്കാൻ കഴിയുമെന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ദൈവത്തിൻ്റെ ആജ്ഞ, നിങ്ങൾ അറിയണം. അറിയണമെന്ന് പറയുന്നത് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ അറിയണം. ബൈബിളിൽ 3 വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്രിയേറ്റ്, ദൈവത്തിന് സൃഷ്ടിക്കാൻ പറ്റും. ബാറ എച്ച്നിക്കലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വസ്തുക്കളോ വസ്തുതകളോ ഇല്ലാതിരിക്കുമ്പോഴും ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് നാം അറിയണം. നമുക്ക് ബൈബിളിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന വാക്കുകളാണ്. ഉൽപ്പത്തി 1:11, കൊലോസ്യ ലേഖനം 1:16 അത് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത് ഉൽപ്പത്തി പുസ്തകം 2:7 മറ്റൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യാത്സാർ എന്ന വാക്കാണത്. അതിൻ്റെ അർത്ഥം രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത് പോലെ, ഒരു കുശവൻ്റെ കരങ്ങളിൽ ഒരു പാത്രം രൂപപ്പെടുന്ന പോലെ രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. 3, ദൈവത്തിന് ഉയർപ്പിക്കുവാൻ കഴിയും. ജീവനില്ല എന്ന് പറഞ്ഞിടത്ത്, ഒന്നും സംഭവിക്കത്തില്ലെന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ജീവനെ പുതുക്കിക്കൊണ്ടുവരുവാൻ, ഉൽപ്പാദിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ദൈവത്തിന് സൃഷ്ടിപ്പാൻ കഴിയും, ദൈവത്തിന് രൂപപ്പെടുത്തുവാൻ കഴിയും, ദൈവത്തിന് പുനർജീവിപ്പിക്കുവാൻ കഴിയും. ഇത് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് അവരോട് ദൈവം പറയുന്ന ദൂത് ഇതാണ്, അങ്ങനെ ഞാൻ ചെയ്യുമെന്ന്, അത് ഇപ്പോൾ സംഭവിക്കുമെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇപ്പോഴായിരിക്കത്തില്ല. ചിലപ്പോൾ അത് ഒരു പക്ഷേ മുറിപ്പാനായി, ഖണ്ഡിപ്പാനായി കത്തി മുകളിലേക്ക് ഉയർത്തുന്ന ആ നാഴിയായിരിക്കും ദൈവത്തിൻ്റെ ഇപ്പോൾ. ചിലപ്പോൾ അത് മരിച്ചിട്ട് 4-ാം നാളായിരുന്നേക്കാം, ചിലപ്പോൾ അത് കാരാഗ്രഹത്തിനകത്തായിരുന്നേക്കാം. എങ്കിലും ദൈവത്തിൻ്റെ ഒരു ഇപ്പോഴുണ്ട്. ദൈവം പറയുന്നു, അത് ഇപ്പോൾ സംഭവിക്കും. നിശ്ചയമായിട്ടും ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും. എന്നിട്ട് ദൈവം പറയുകയാണ്, അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുകൂടെ പറയുന്നു. മരുഭൂമിയിൽ, അല്ലെങ്കിൽ നിർജ്ജന പ്രദേശത്ത് വഴിയും മരുഭൂമിയിൽ മഴയും ദൈവം അയക്കും എന്ന് പറയുന്നു. മരുഭൂമിയിൽ ഒരിക്കലും വഴി ഉണ്ടാകാൻ പറ്റത്തില്ല. ഈ വഴി ഉണ്ടാക്കിയാൽ പോലും അത് നിലനിൽക്കത്തില്ല. അല്പം കഴിയുമ്പോൾ കാറ്റടിച്ച് ആ മണ്ണിനെ മറ്റൊരിടത്തേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ മുമ്പേ കണ്ട വഴി അവിടെ കാണണമെന്നില്ല. പക്ഷെ ദൈവത്തിന് അത് പറ്റും, മരുഭൂമിയിൽ വഴിയൊരുക്കുവാൻ പറ്റും. നിർജ്ജന പ്രദേശത്ത് നാം പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഒരു മഴയായിരുന്നേക്കാം.
പക്ഷേ നിർജ്ജന പ്രദേശത്ത് ഒരു നദി ഒഴുക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് പറയുന്നു. സൃഷ്ടിപ്പാൻ കഴിയുന്ന, രൂപപ്പെടുത്താൻ കഴിയുന്ന, പുനർജീവിപ്പാൻ കഴിയുന്ന ദൈവം ഇപ്പോൾ അത് ചെയ്യും എന്ന് നാം അറിയുക. മറക്കേണ്ടതിനെ മറക്കുക. ദൈവത്തിനായി നാം മുന്നോട്ട് നോക്കുക. സാഹചര്യങ്ങളുടെ ഇരുളുകൾ നമ്മെ ബാധിക്കാതെ, അത് നമ്മെ ഡിഫൈൻ ചെയ്യാതെ, ഇനിയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതിനാൽ നാം ഡിഫൈൻ ചെയ്യപ്പെടുവാൻ പുതിയ സംവത്സരത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ വിരമിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.